എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഇത്ര കാലവും നമ്മളൊക്കെ ക്യൂ നിന്ന് കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് നൽകിയത് ഓർമ്മയില്ലേ? തെരഞ്ഞെടുപ്പല്ലേ? അപ്പോ അത്തരം സർട്ടിഫിക്കറ്റുകളിൽ പടം വെക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കെതിരല്ലേ? അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാര്യം വേറെയാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോവിഡ് വാക്സിൻ എടുത്ത നമ്മുടെ ജീവന് ഒരു ഗ്യാരണ്ടിയും തരാൻ മോദിയുടെ ഗ്യാരണ്ടിക്ക് കഴിയില്ലെന്ന് വാർത്തകൾ നമ്മളോട് പറയുന്നുണ്ട്. വളരെ ആശങ്കയോടെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരുടെ, അതായത് 25-നും 40-നും മധ്യേ പ്രായമുള്ളവരുടെ അപ്രതീക്ഷിത മരണം നമ്മൾ നോക്കിക്കാണുന്നത്. പലപ്പോഴും മറ്റ് ജീവനെടുക്കുന്ന തരത്തിലുള്ള അസുഖങ്ങൾ പോലും അവർക്കുണ്ടാകാറില്ല എന്നതാണ് ആശങ്കയും വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ ഈ രോഗം മസ്തിഷ്കാഘാതത്തിനും അതോടൊപ്പം ഹൃദയാഘാതത്തിനും കാരണമാകുമെന്നാണ് ബ്രിട്ടീഷ് കമ്പനിയായ ആസ്ട്രസെനക അറിയിച്ചിട്ടുള്ളത്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ട് നാളുകൾ ഏറെ കഴിയുമ്പോൾ മാത്രമാണോ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇതിനെക്കുറിച്ചൊരു ബോധം വന്നത്? നമസ്കാരം. എവിടേക്ക് നോക്കിയാലും എൻ്റെ മുഖം എൻ്റെ ഫുൾ സൈസ്, അങ്ങനെ ആയിരിക്കണമെന്ന് ആരാണ് ആശിക്കാത്തത്? ഭരണത്തിലിരിക്കുന്നവർക്ക് അത്തരം ആശ തോന്നിയാലോ? എന്തിലും ഏതിലും എന്തിനേറെ പറയാൻ പുതിയ നോട്ടുകളിൽ പോലും തൻ്റെ ചിരിക്കുന്ന മുഖവും കൂടി വേണമെന്ന് ചിന്തിച്ചാൽ അതിൽ പരം ഒരു അല്പത്തം എന്താണ്, അല്ലേ? എന്നാലിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഇത്ര കാലവും നമ്മളൊക്കെ ക്യൂ നിന്ന് കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് നൽകിയത് ഓർമ്മയില്ലേ? പാസ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മാത്രമേ എവിടെയും പ്രവേശനം അനുവദിക്കൂ. അതിലാകട്ടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചിരിക്കുന്ന മുഖവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാമല്ലോ. റേഷൻ കടയുടെ വാതിലിൽ പോലും സ്വന്തം കട്ടൗട്ട് വെച്ച് സെൽഫി പോയിന്റ് ഉണ്ടാക്കാൻ നിർദ്ദേശം നൽകിയ പ്രധാനമന്ത്രി ഇപ്പോൾ ചില കടുത്ത തീരുമാനമെടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ക്യാമറകളോടുള്ള പ്രണയത്തെക്കുറിച്ച് അറിയാവുന്നതുമാണ്. ചിലപ്പോൾ നമ്മുടെ സിനിമാക്കാരെ വെല്ലുന്ന തരത്തിലുള്ള സെറ്റുകളും ഒക്കെ ഇട്ടുകൊണ്ടായിരിക്കും ക്യാമറയ്ക്ക് മുന്നിലുള്ള നമ്മുടെ പ്രധാനമന്ത്രിയുടെ അഭിനയം തകർക്കുന്നത്. എവിടെയും എൻ്റെ മുഖം എൻ്റെ ഫുൾ സൈസ് എന്ന നിലയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഖേദത്തോടെയെങ്കിലും കോവിഡ് വാക്സിൻ എടുത്ത് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ നിന്ന് സ്വന്തം ഫോട്ടോ എടുത്തു മാറ്റാൻ ഒരുങ്ങുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പല്ലേ? അപ്പോൾ അത്തരം സർട്ടിഫിക്കറ്റുകളിൽ പടം വെക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കെതിരല്ലേ? അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. സംഗതി നല്ലത് തന്നെ. എന്നാൽ ഇപ്പോഴെന്താ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെയൊരു മനംമാറ്റം എന്നാണ് എല്ലാവരും തല പുകഞ്ഞ് ആലോചിക്കുന്നത്. നാടൊട്ടുക്ക് നടന്ന് മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗിക്കുമ്പോഴും രാജ്യത്ത് വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ഇല്ലാത്ത എന്ത് പെരുമാറ്റച്ചട്ടമാണോ എന്തോ ഇപ്പോൾ വാക്സിൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്നായി ആലോചന. രാജ്യത്തുള്ളവരെ ആകമാനം പറ്റിച്ച് 6000 കോടിയിലധികം രൂപ ഇലക്ടറൽ ബോണ്ട് എന്ന നിലയിൽ കൈയടക്കിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണല്ലോ ഈ നമ്മുടെ പ്രധാനമന്ത്രി. അപ്പോൾ തന്നെ നമ്മൾ ജനങ്ങളോട് എത്രത്തോളം പ്രതിബദ്ധതയുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. ഇനിയും കാര്യത്തിലേക്ക് വരാം. കേവലം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ സ്വന്തം ഫോട്ടോ പടം സർട്ടിഫിക്കറ്റിൽ നിന്ന് മാറ്റാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചത്? അല്ലേ അല്ല. കാര്യം ഇതുവരെ ഇല്ലാത്ത എന്ത് പെരുമാറ്റച്ചട്ടമാണ് ഈ ഒരു ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചത്? അപ്പോൾ കാര്യം വേറെയാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോവിഡ് വാക്സിൻ എടുത്ത നമ്മുടെ ജീവന് ഒരു ഗ്യാരണ്ടിയും തരാൻ മോദിയുടെ ഗ്യാരണ്ടിക്ക് കഴിയില്ലെന്ന് വാർത്തകൾ നമ്മളോട് പറയുന്നുണ്ട്. പടപേടിച്ച് പന്തളത്തി എന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന് കേട്ടിട്ടില്ലേ? അതാണ് കാര്യം. അതായത് കോവിഡിനെ പേടിച്ച് വാക്സിൻ എടുത്തവരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം കോവിഷീൽഡിന്റെ നിർമ്മാതാക്കൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കോടതി മുമ്പാകെ നടത്തിയിരുന്നു. ആസ്ട്രസെനക എന്ന കമ്പനിയാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. സംഭവം ബ്രിട്ടനാണ്. അതിങ്ങനെയാണ്: തങ്ങൾ വികസിപ്പിച്ചെടുത്ത കോവിഷീൽഡ് ചിലരിൽ ഗുരുതരമായ പാർശ്വഫലങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയ്ക്കുകയും ചെയ്യുന്ന TTS, അതായത് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം എന്ന രോഗാവസ്ഥയെ കാരണമായി തീരുകയും ചെയ്യുന്നു എന്നതാണ് ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ എല്ലാവരെയും അല്പമല്ല വളരെ ആശങ്കയോടെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരുടെ, അതായത് 25-നും 40-നും മധ്യേ പ്രായമുള്ളവരുടെ അപ്രതീക്ഷിത മരണം നമ്മൾ നോക്കിക്കാണുന്നത്. പലപ്പോഴും മറ്റ് ജീവനെടുക്കുന്ന തരത്തിലുള്ള അസുഖങ്ങൾ പോലും അവർക്കുണ്ടാകാറില്ല എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ എന്താണ് ഇതിന് കാരണം എന്ന് പോലും പലർക്കും അറിയില്ല. എല്ലാത്തിനെയും ഹൃദയാഘാതം എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ സംസ്കരിക്കുന്നതാണ് പതിവ് രീതി. യഥാർത്ഥത്തിൽ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാതെയാണ് ഇവരുടെ മരണങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഏകദേശം അതിനുള്ള ഉത്തരമായി എന്ന് പറയാം. ഇനി എന്താണ് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം എന്ന് നോക്കാം. നമ്മുടെ രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റിന്റെ കുറവ് വരുന്നതുമായ രോഗാവസ്ഥയാണ് ഇത്. കാലുകളിലും ശ്വാസകോശങ്ങളിലും രക്തം കട്ടപിടിക്കുന്നതാണ് പതിവായി കണ്ടുവരുന്നത്. എന്നാൽ ചില സമയം ഇത് മാരകമായി മാറാറുണ്ട്.
അതെങ്ങനെയെന്ന് നോക്കാം. അപൂർവമായി ഇത് നമ്മുടെ തലച്ചോറിലോ കുടലിലോ സംഭവിക്കാറുമുണ്ട്. ഇത് പക്ഷേ ഗുരുതരമാണ് എന്ന് കാണാം. ഇനി എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നുകൂടി പരിശോധിക്കാം. കഠിനമായ തലവേദന, വയറുവേദന, കാലുകളിൽ നീർവീക്കം, ശ്വാസതടസ്സം, അപസ്മാരം തുടങ്ങിയവയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായി തോന്നിയാൽ അധികം വൈകാതെ തന്നെ ഡോക്ടറുടെ സഹായം നിങ്ങൾ തേടേണ്ടതാണ്. എന്നാൽ ഈ രോഗം മസ്തിഷ്കാഘാതത്തിനും അതോടൊപ്പം ഹൃദയാഘാതത്തിനും കാരണമാകുമെന്നാണ് ബ്രിട്ടീഷ് കമ്പനിയായ ആസ്ട്രസെനക അറിയിച്ചിട്ടുള്ളത്. ഈ കോവിഷീൽഡിനെ ഇന്ത്യയിലെത്തിച്ച് പൊതുജനത്തിന് വാക്സിൻ ഡ്രൈവ് വഴി എത്തിച്ചതാകട്ടെ ഇന്ത്യയിലെ തന്നെ ഭീമൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായ സൈറസ് പുനേവാലയുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. രാജ്യത്തുള്ള കോടിക്കണക്കിന് ആളുകളാണ് 2 ഡോസും ഒടുവിൽ ബൂസ്റ്റർ ഡോസും എടുത്ത് മോദിയുടെ ഗ്യാരണ്ടി നേടിയെടുത്തത്. എന്നാൽ ജീവൻ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒന്നായിരുന്നു ആ ഗ്യാരണ്ടി എന്നറിഞ്ഞത് ഇപ്പോൾ മാത്രമാണ്. ഈ വാക്സിൻ എടുക്കുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിലാണ് കേന്ദ്ര സർക്കാർ പരസ്യം നൽകിയിരുന്നത്. അത് മാത്രമല്ല, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ ഡോസിനും പണം എണ്ണി വാങ്ങുകയും ചെയ്തത് ആ കെട്ടകാലത്ത് പോലും നമ്മൾ മറക്കാനിടയില്ല. വാക്സിൻ എടുത്തതിന് ശേഷം സെൽഫി പോയിന്റുകളും അതിനുമപ്പുറം എല്ലാം കഴിയുമ്പോൾ മോദിയുടെ ചിരിക്കുന്ന പടമുള്ള വാക്സിൻ സർട്ടിഫിക്കറ്റ് നൽകി നമ്മളെ പറ്റിച്ചു എന്ന് തന്നെ കരുതാം. അന്നത്തെ ആ കെട്ടകാലത്തെ ഓർമ്മകൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ എന്തിനായിരുന്നു എന്ന് തോന്നിപ്പോകും. ഇനി ഫോട്ടോ മാറ്റാൻ കാരണം ഇത് മാത്രമാണോ? അല്ല. നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി അഭിഭാഷകനായ വിശാൽ തിവാരി സമർപ്പിച്ചു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കോവിഡ് വാക്സിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കണം. അത് മാത്രമല്ല, വാക്സിൻ ഉപയോഗിച്ചത് മൂലം ആരെങ്കിലും മരിച്ചതായി കണ്ടെത്തിയാൽ നഷ്ടപരിഹാരം നൽകണം. ഇതായിരുന്നു ഹർജിയുടെ ഉള്ളടക്കം. അത് മാത്രമല്ല, നിരവധി പേർ, അതായത് കോടിക്കണക്കിന് ആളുകൾ വാക്സിൻ എടുത്തതിന് ശേഷം മരണമടഞ്ഞിട്ടുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് ഈ മരണങ്ങൾക്കൊന്നും ഉത്തരവാദി താനല്ലെന്നും അതുകൊണ്ട് നഷ്ടപരിഹാരം തൻ്റെ കണക്കിൽ വരുന്നതല്ലെന്നും ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നീക്കമായിട്ടാണ് ഇപ്പോൾ ഈ ഫോട്ടോ നീക്കം ചെയ്തതിനെ കാണാൻ കഴിയും. ഇനിയും മരണങ്ങളുണ്ടാകും. അങ്ങനെ വന്നാൽ നഷ്ടപരിഹാരം നൽകേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനും അതുപോലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെതുമായിരിക്കും. ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടാനുള്ള നീക്കമായി ഇതിനെ കണ്ടാലും ആരെയും കുറ്റം പറയാൻ കഴിയില്ല. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ട് നാളുകൾ ഏറെ കഴിയുമ്പോൾ മാത്രമാണോ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് ബോധം വന്നത്? എന്തായാലും മോദിയുടെ ഗ്യാരണ്ടിയിൽ തന്നെ നമുക്ക് ഇനിയും വിശ്വസിക്കാം.